ഞങ്ങൾ രണ്ടാമത്തെ പാലവും കവർ ചെയ്യുവാണ്. പാലങ്ങളുടെ പേരെന്ന് പറഞ്ഞില്ല. അപ്പുറത്ത് പാട്ട് കിടക്കുവാണ്, പാട്ടും ഡാൻസും. കുറെ പേര് മുകളിലാണ് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തുന്നു. വെയില പക്ഷെ സ്കൂളാന്ന് തോന്നുന്നു. സ്കൂള് അതെ. കൊടുക്കാൻ ഗൗരി പിള്ളേർക്ക് ടാറ്റ കൊടുക്കുന്നത്. പോലെ ഇതിന് വെയിറ്റ് കൂടുതലാന്ന് തോന്നുന്നു. അപ്പുറത്തെ കളിയില് ഡാൻസ് നടക്കുന്നു കേട്ടോ. ഞങ്ങള് ഭാര്യം മുറിക്കാറില്ല അതിനകത്ത് കയറിയിരിക്കോട്ട്. ഇതിനകത്ത് AC അതിനകത്ത്. അതിനകത്ത് ഭക്ഷണമൊക്കെ കിട്ടും നമുക്ക്. അവർ പറയുന്ന പൈസ കൊടുത്താൽ മതി. TV ഒക്കെ ഉണ്ട്. നമ്മുടെ ഇതിനകത്ത് TV ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. വീട് പോലെ. അതെ അതെ അതെ. എത്ര AC ആന്ന് നോക്കിയാണ്ട് മണ്ടയ്ക്ക്. ഇപ്പം രസമാണ്. വെള്ളം പൊങ്ങുമ്പോഴാണ് ഇവിടുത്തെ നമ്മളൊക്കെ ഇവരെ ഓർത്ത് കരയും. അയ്യോ കുട്ടനാട്ട് വെള്ളം പൊങ്ങിയല്ലോ എന്ന് ഓർത്ത്. ഇപ്പൊ ഈ ബോട്ട് യാത്രയൊക്കെ ആയപ്പോ നല്ല ഭംഗിയുണ്ട്. ഇത് സ്ഥലം എവിടാന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പോയൊന്ന് കണ്ടിട്ട് വാ. ഇല്ല ആണോ?
ആ ഇരുന്നും കിടന്നും ഒക്കെ ഓരോരുത്തരും മോൾപോട്ട് കയറി പോവാണ്. അമ്മാമ്മക്ക് കാല് വേല മോനെ കേറിയവരൊക്കെ മോഹം ഇങ്ങോട്ട് തന്നേറ്റ്. അയ്യോ ചെരുപ്പൂര് കാലെന്നേ. ആ ഏഞ്ചൽ ബിൻഡ വേൾഡ്. ഹായ് പറ. അപ്പൊ നമ്മളിന്ന് എങ്ങോട്ട് പോവാ? അയ്യോ നമ്മൾ ആ ബസ്സൊക്കെ കയറിയതൊക്കെ ആന്റി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണണേ. അത് വീട്ടിൽ ചെന്നിട്ടിടാം. ഏഞ്ചൽ ബിൻഡ വേൾഡ് ഇതിനകത്തുണ്ട്. ഇതിനെ അറിയാവോ? നമ്മൾ കൊടുത്തേക്കണേ. കേറി ഇരുന്നും കിടന്നും കേറും ഓരോരുത്തര്. അപ്പൊ ഞാൻ ബോട്ടിന്റെ തട്ടേ വന്നു, മോളിൽ കേറിയിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരം വരെയുള്ള കാഴ്ചകൾ ഇതേ കാണാൻ പറ്റും ഞങ്ങൾക്ക്. ഓരോ സ്ഥലവും ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ്. നല്ല റോഡ് ഇറന്നിരിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള നാടില്ലയോ? എല്ലാം പറയണ്ടോ ഈ നാടിനെ പറ്റി? മനോഹരം. എല്ലാരും അവിടെ പോയി താഴെ അങ്ങിരുന്ന്. കസേരയുണ്ട്, പക്ഷെ ഇരിക്കാൻ പേടി കേട്ടോ. എല്ലാരും താഴെ പടഞ്ഞിട്ടിരിക്കുന്നത്. വരൂ. ഈ കുഞ്ഞേണി വഴി മോൾപോട്ട് പോകും. ഇതില് ഇരുന്നും കിടന്നും കേറുവാ കണ്ടോ. ഒരു കൊച്ചു കുട്ടിയാണ് കേറുന്ന പോലെ കേറുവാ. പിടിച്ച കയറത്ത് കയറുന്നില്ല. അതിന് മോൾപോട്ട് പോകും. മോള് പോ. ശ്രീദേവി വിളിക്കുന്നു കേറാത്തല്ലായിരുന്നു. പിന്നെ ഇറങ്ങാൻ നേരം ആരെങ്കിലൊക്കെ പിടിച്ച് വേണ്ട. ഞാനതല്ലേ ഇവിടെ നിക്കുന്നത്. അവിടൊക്കെ നിന്ന് കാണും. ആ കയറും. കൊച്ചാമ്പിള്ളാരാണേലും അവിടെ ചെല്ലുമ്പോ അങ്ങ് കിടക്കും. എന്നിട്ടാ കയറുന്നത്. ഇതെല്ലാം മീൻ പിടിക്കാൻ പോകുന്നവരുടെ ബോട്ടുകളാണ് കിടക്കുന്നത്. ഇവരെല്ലാം വലയ്ക്ക് പോകും. നോക്കേ, ഈ ബോട്ടല്ല. കണ്ടിട്ടുണ്ടോ? മീൻ പിടിക്കുന്ന ബോട്ട് കണ്ടിട്ടുണ്ടോ? മീൻ പിടിക്കുന്ന ബോട്ട് കണ്ടിട്ടുണ്ടോ? മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് കണ്ടിട്ട് ഇല്ല. ഗാണ്ട് കിടക്കുന്നു കണ്ടോ. അത് ഒഴിച്ചാ കലിങ്ക് കെട്ടിയപ്പോഴേ അത് മാറ്റി ഇട്ടും കൊണ്ടാ കലിങ്ക് കെട്ടിയിരിക്കുന്നത്. നോക്കേ, എല്ലാ തെങ്ങും വെളിയിലല്ല വെള്ളത്തില്. അതെ ഉണ്ട്. എല്ലാത്തിനും തേങ്ങ. കാരണം വെള്ളം കിട്ടുന്നുണ്ടല്ലോ ആവശ്യത്തിന്. തെങ്ങിന്റെ മൂട് കണ്ടോ. ചില തെങ്ങുകൾ അങ്ങ് വെള്ളത്തിലാണ്. അത് നോക്കി.
പൂവൻ താറാവാ. എല്ലാം കുട്ടനാടിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെല്ലാം. നീസുമായിട്ട് ഒരു കുറെ ചെലവായി കാണും. ആ ബോട്ട് യാത്രക്ക് വന്ന ഒരാളാ. ആവശ്യത കൊണ്ട് കിടക്കുക. അതെ. അങ്ങനെ വന്ന കായല് ഇവിടെ വന്ന് കണ്ടോ വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന കണ്ടോ. തിരിഞ്ഞിരി ഇത് ഇങ്ങോട്ടാണ് യാത്ര. അത്രയും ഭാഗം നേരെ വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് കായല് തിരിഞ്ഞു. ഇവിടെയൊന്നും വലുതായിട്ട് വീടുകൾ കാണുന്നില്ല. കുറേശ്ശേ ഉള്ളു. അങ്ങും ഇങ്ങും ഓരോ വീടേ കാണുന്നുള്ളൂ. കൊടുത്തു. ഫോട്ടോ അല്ലേ? അതവിടെ കിട്ടും. തുറന്നാ മതി. തുറക്കാൻ പറ വിളിച്ച്. ഇത് കണ്ടോ വീട് കണ്ടോ? അടി തൂണ് മാത്രമേ ഉള്ളൂ. കണ്ടോ മുകളിലാണ് വീട്. കാരണം വെള്ളപ്പൊക്കം വന്നാലും അവര് സുരക്ഷിതരായിട്ടിരിക്കും. കണ്ടോ താഴെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്തിനൊക്കെ. അത് കൊള്ളാം. ആ കുട്ടനാട്ടിൽ മിക്ക വീടുകളിലും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ. ഈ വെള്ളപ്പൊക്കം വരുന്നത് കൊണ്ടാ. ആ അതെ അതെ. പിന്നെ എല്ലാവർക്കും ശീലമായി. ഞങ്ങളും ഒക്കെ ഇതുപോലെ തോട്ടറമ്പിലല്ലേ വളർന്നത്. ആരും വെള്ളത്തിലും പോയില്ല. ആന്റി നെറ്റ് ചാർജ് ചെയ്തായിരുന്നു. ഈ കായല് കണ്ടോ എന്ത് ഭംഗിയാ കാണാന്. ഇത്രയും വലിയ കായല് നമുക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നോക്കത്തോ ദൂരത്താ കായല് കാണുന്നത്. ഞങ്ങള് വേറൊരു ഹൗസ് ബോട്ടല്ലേ പിള്ളേരും പെൺപിള്ളേരെല്ലാം പോയി ഡാൻസ് കളിച്ചോണ്ട് പോകുന്നത് കാണാനായിട്ട് ഓടിച്ചെന്നതാ ഞാൻ.